മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കുന്ന ഒരു കോമൺ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും ഇതിനെക്കുറിച്ച് ബോധമുള്ളവരാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ എന്നാലും ചില ആൾക്കാർ വളരെ മനുഷ്യർ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉള്ള ആൾക്കാരാണല്ലോ നമ്മളെല്ലാവരും. കാഴ്ചപ്പാട് പറഞ്ഞാൽ നമ്മുടെ എല്ലാം അറിവുകൾ വ്യത്യാസമാണ്, നമ്മുടെ വാല്യൂ സിസ്റ്റംസ് വ്യത്യാസമാണ്, നമ്മുടെ മൊറാലിറ്റി വ്യത്യാസമാണ്, എത്തിക്സ് വ്യത്യാസമാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ മനുഷ്യർക്കും വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വാല്യൂസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ട് ആണ് സാധാരണ നമ്മൾ വാല്യൂസ് എന്താണെന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. വാല്യൂ എന്ന് പറഞ്ഞാൽ മൂല്യം. എല്ലാ വ്യക്തികൾക്കും ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി എങ്ങനെയാണോ ജീവിക്കുന്നത് അതാണ് ആ വ്യക്തിയുടെ വാല്യൂ സിസ്റ്റം. അത് നല്ലതോ ചീത്ത എന്നുള്ളത് സെക്കൻഡറി മാറ്റർ. പിന്നെ എല്ലാവർക്കും എത്തിക്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്താണോ ആ വ്യക്തിയുടെ ജീവിതം കൊണ്ട് കാണിച്ചു തരുന്ന ആ വ്യക്തിയുടെ എത്തിക്സ് അതാണ് ശരിക്കും പറഞ്ഞാൽ. അത് നല്ലതോ ചീത്ത എന്നുള്ളത് സെക്കൻഡറി മാറ്റർ. പക്ഷെ നമ്മൾ പറയുന്ന വാല്യൂ അല്ലെ എത്തിക്സ്, മൊറാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഒരു പോസിറ്റീവായിട്ടുള്ള തലത്തിൽ നിന്നാണ് നമ്മൾ അതിനെ കാണുകയും അല്ലെങ്കിൽ സമീപിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പോസിറ്റീവായിട്ടുള്ള വാല്യൂ സിസ്റ്റം അല്ലെങ്കിൽ എക്സലൻ്റ് ആയിട്ടുള്ള വാല്യൂ സിസ്റ്റം എല്ലാവർക്കും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തീർച്ചയായിട്ടും ഒട്ടുമിക്ക ആൾക്കാർക്കും ഇല്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് വാല്യൂസ് ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിപ്പം ഒരു ഇംഗ്ലീഷിൽ ഒരു പ്രയോഗമുണ്ട്. അതായത് നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ സാധിക്കുന്നില്ലയോ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. വാട്ട് വി കനോട്ട് മെഷർ വി കനോട്ട് കൺട്രോൾ. അത് കറക്റ്റാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടിച്ചു പോകണം, വണ്ടിക്ക് സ്പീഡോമീറ്റർ ഇല്ല, സ്പീഡോമീറ്റർ കേടാണോ അല്ലെങ്കിൽ സ്പീഡോമീറ്റർ ഡാമേജ് ആണ്. അപ്പോൾ നമ്മൾ ഏത് സ്പീഡിലാണ് പോകുന്നതെന്നുള്ള കൃത്യമായിട്ട് നമുക്കൊരു ഇൻഡിക്കേഷൻ നമുക്ക് ലഭിക്കത്തില്ല. അപ്പോൾ നമ്മൾ 30 കിലോമീറ്റർ 40 കിലോമീറ്റർ അല്ലെങ്കിൽ 40-50 കിലോമീറ്റർ എല്ലാം നമുക്ക് ഒരുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അതേസമയം നമുക്കത് കൃത്യമായിട്ടുള്ള സ്പീഡോമീറ്റർ ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ മെഷർ ചെയ്യാൻ സാധിക്കും നമ്മുടെ സ്പീഡ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ജീവിതത്തിൽ എല്ലാം തന്നെയാണ്, നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മെഷർ ചെയ്യാൻ നമുക്ക് കഴിയാതെ പോകുമ്പോൾ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. അതിപ്പോൾ നമ്മളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഇമോഷൻസ് ആയാലും നമ്മളുടെ മറ്റ് പല തലങ്ങളിലുള്ള അവസ്ഥകളായാലും ശരി, നമുക്ക് മെഷർ ചെയ്യാൻ ബോധപൂർവം നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിൽ, കാരണം ഇപ്പോൾ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്കിതിന് സ്പീഡോമീറ്ററോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള മെഷറിങ് റോഡ് അളവുകോലുകളൊന്നുമില്ല. അത് നമ്മൾ സ്വയബോധത്തോടു കൂടിയാണ് നമ്മളതിനെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മെഷർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മളുടെ വികാരത്തെ ഇമോഷൻസിന് പലതരത്തിലുണ്ട്. ഇപ്പോൾ ആങ്കറുണ്ട് ഇല്ലേ, ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ ഹാപ്പിനെസ് ഉണ്ട്, അല്ലെങ്കിൽ പ്ലഷറുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഇമോഷൻ്റെ പ്രകടനങ്ങൾ, പ്രതിഫലനങ്ങളുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ മെഷർ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ലൈഫിനെ സംബന്ധിച്ച് എന്തോ അത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എവിടെയും നമുക്ക് ഇപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അവരുടെ എക്സ്പെൻസിനെ അവർക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്കതിനെ കൺട്രോൾ ചെയ്യാനോ മാനേജ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അവരുടെ എക്സ്പെൻസ് എത്രയാണെന്നും അല്ലെങ്കിൽ എങ്ങോട്ടൊക്കെയാണ് ചിലവുകൾ പോകുന്നതെന്നും പണം എങ്ങനെയൊക്കെയാണ് ചിലവഴിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു അവബോധം അല്ലെങ്കിൽ ഒരു റിയലൈസേഷൻ അവർക്കില്ലെങ്കിൽ അവർക്ക് ആ ബിസിനസ്സിനെ മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ സ്ട്രിക്റ്റായിട്ട് ബുക്ക് കീപ്പിംഗ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സൊക്കെ നമ്മൾ ചെയ്യുന്നത്. അത് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്, ആ മെഷർമെൻറ്റിൽ കൂടെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ലൈഫിൻ്റെ കാര്യത്തിലും നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് അത്യാവശ്യമാണ്, ബുക്ക് കീപ്പിംഗ് അത്യാവശ്യമാണ്. ആ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന മെഷർമെൻറ്റിൽ കൂടി നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ നമുക്ക് ആ ഒരു കൺട്രോളിങ് പ്രോസസ്സ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. അത് നമ്മളെ തീർച്ചയായിട്ടും ഇപ്പോൾ കടലിൽ കൂടെ പോകുന്നൊരു കപ്പലിന് ദിശ ഇല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് ഇപ്പോഴായാലും ശരി പണ്ടായാലും ശരി, പണ്ട് പായ്ക്കപ്പലൊക്കെ ഉപയോഗിക്കുന്ന കാലഘട്ടത്തായാലും ശരി ഇല്ലേ, നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിലായാലും ശരി, കാരണം ഒരു കപ്പലിനെയൊക്കെ എടുത്തു മറിക്കത്തക്ക രീതിയിലുള്ള ശക്തമായിട്ടുള്ള കാറ്റും അല്ലെങ്കിൽ തിരമാലകളൊക്കെ കടലിൽ തന്നെ ഉണ്ട്. പക്ഷേ അതിനെ നമ്മളെ മെക്കാനിക്കൽ പവർ ഉപയോഗിച്ച് ശരിയായ രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ള നമ്മുടെ ഷോറിൽ അല്ലെങ്കിൽ തീരത്ത് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ ഇല്ലെങ്കിൽ, പണ്ട് പറഞ്ഞ ഷിപ്പ് വിത്തൗട്ട് എ മാസ്റ്റിൻ്റെ കൊടിമരം ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതില്ലെങ്കിൽ
അതിൻ്റെ ഡയറക്ഷൻ എന്താണ് പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ചിലപ്പോൾ കപ്പൽ മറിയും, ചിലപ്പോൾ തിരമാല എടുത്ത് താഴെ അടിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ലൈഫും. അപ്പം എല്ലാത്തിലും ഒരു മെഷറിങ് മെക്കാനിസം നമുക്കുണ്ടാകണം. അപ്പോൾ ഈ വാല്യൂ സിസ്റ്റം നമുക്കുള്ളത് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് നമുക്കൊരു മെഷറിങ് സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. നമുക്ക് പല സാഹചര്യത്തിലും പല കണ്ടീഷനിലും പ്രലോഭനം ഉണ്ടാകും, നമുക്ക് പ്രകോപനം ഉണ്ടാകും, ഇല്ലേ, പ്രചോദനം ഉണ്ടാകും. അപ്പോൾ ഈ തലങ്ങളിൽ കൂടെ ഒക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പല കർമ്മങ്ങൾ, പ്രവൃത്തികൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കുവാൻ ഈ പറഞ്ഞ അവസ്ഥകളൊക്കെ കാരണമാകും. അപ്പോൾ അതൊക്കെ നമുക്കെല്ലാം ചെയ്യുവാൻ ചെയ്യേണ്ട കാര്യങ്ങളാണോ, അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊക്കെയുള്ള തിരിച്ചറിവിന് വേണ്ടി നമുക്ക് വാല്യൂ സിസ്റ്റം വളരെ അത്യാവശ്യമാണ്. എന്നുവെച്ചാൽ ഡൂസ് ആൻഡ് ഡു നോട്ട്സ്, ചെയ്യേണ്ടതും അരുതാത്തതും, ഇല്ലേ. നമുക്ക് ഒരു ജീവിതത്തിൽ നമ്മുടെ ലൈഫിൻ്റെ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്സാണ്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ നമുക്ക് മനുഷ്യരുമായിട്ടുള്ള റിലേഷൻഷിപ്സ്, പിന്നെ ബാക്കി ഉള്ള ഇപ്പം ഘടകങ്ങളുമായിട്ട് ആനിമൽസുമായിട്ട് നമുക്ക് റിലേഷൻസ് ഉണ്ട്, പിന്നെ പ്ലാന്റ്സ്, ട്രീസ്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഏറ്റവും കൂടുതൽ നമുക്ക് ബന്ധങ്ങളുള്ളത് നമുക്ക് മനുഷ്യരുമായിട്ടാണ്. നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഹ്യൂമൻ റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു എക്സ്ചേഞ്ചാണ്. എക്സ്ചേഞ്ച് നമ്മൾ കൊടുക്കൽ വാങ്ങലാണ്. ഇപ്പോൾ ഒരാളോട് നമ്മൾ സംസാരിക്കുന്നത് പോലെ ഒരു എക്സ്ചേഞ്ചാണ് ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ പിന്നെ മെറ്റീരിയൽ തിങ്സ്, ഇല്ലേ, സാധന സാമഗ്രികൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, എക്സ്ചേഞ്ച് നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ ഇടപെടുന്നതും എല്ലാം തന്നെ എക്സ്ചേഞ്ചാണ്, കൊടുക്കൽ വാങ്ങലുകളാണ്. അപ്പോൾ ഈ കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ തന്നെ നമുക്ക് തോന്നിയ മാതിരി ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് മറ്റുള്ളവരോട് പെരുമാറാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കഴിയത്തില്ലത്. അപ്പോൾ അത് നമുക്ക് അതിനകത്തിലെ ശരിതെറ്റുകളെ തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് വാല്യൂ സിസ്റ്റം വളരെ അത്യാവശ്യമാണ്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത്, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തത് എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് വാല്യൂ സിസ്റ്റം എല്ലാം മൂല്യബോധമെന്നോ അല്ലെങ്കിൽ മൂല്യ അവബോധം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ ആ തിരിച്ചറിവ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ മറ്റുള്ളവർ നമ്മളെ വാല്യൂ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ ഒരു നമ്മളെ വാല്യൂ ചെയ്യണം. നമ്മളെ വാല്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ വാല്യൂ സിസ്റ്റം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വാല്യൂ സിസ്റ്റം നമ്മൾ ജീവിതത്തിൽ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് നമ്മളെ വാല്യൂ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ നമുക്ക് നമ്മളെ വാല്യൂ ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് നമ്മളെ വാല്യൂ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മറ്റുള്ളവർ നമ്മളെ വാല്യൂ ചെയ്യേണ്ട അത്യാവശ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊരു സോഷ്യൽ ബീയിങ് ആയതുകൊണ്ട് അത് ഒരു ഏറ്റവും വളരെ എന്താണ് പറയുന്നത്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. മറ്റുള്ളവർ നമ്മളെ വാല്യൂ ചെയ്യുക എന്നുള്ളത്, പിന്നെ അതിനുവേണ്ടി നമ്മൾ മറ്റുള്ളവരെ പ്രഷർ ചെയ്യുകയല്ല, നമ്മളുടെ ലൈഫും ലൈഫ് സ്റ്റൈലും പിന്നെ അതിനനുസരിച്ച് നമ്മൾ സ്ട്രക്ചർ ചെയ്താൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും കിട്ടേണ്ട വാല്യൂസ് തീർച്ചയായിട്ടും മറ്റുള്ളവരിൽ നിന്ന് റെസ്പെക്റ്റ്, പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്, ഇതൊക്കെ നമുക്ക് ലഭിക്കത്തുള്ളൂ. ട്രീറ്റ്മെൻറ്റ് നമ്മൾ ആശുപത്രിയിൽ പോയി നമുക്ക് ലഭിക്കുന്ന ട്രീറ്റ്മെൻ്റ് അല്ല, മറ്റുള്ളവർ നമ്മളോട് പെരുമാറുന്ന രീതികളാണ് പറയുന്നത്. അത് നമ്മളെ വാല്യൂ ചെയ്യുന്ന എത്രത്തോളം ഉണ്ടെന്നനുസരിച്ച് മാത്രമായിരിക്കും നമുക്ക് തിരിച്ച് റിട്ടേൺ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നത്. നമ്മളെ തന്നെ സ്വയം മിസ്ട്രീറ്റ് ചെയ്യുകയോ മിസ്വാല്യൂ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവർ നമ്മളെ പിന്നെ വാല്യൂ ചെയ്യണമെന്നോ അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യണമെന്നോ ഒക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാതെ നമ്മളെ വാല്യൂ ചെയ്യാതെ ജീവിക്കുന്ന രീതിയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിൽ നിന്നും നമുക്ക് കിട്ടുന്നത് ഇതേ സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെ ആയിരിക്കും. അവർ പക്ഷേ പ്രത്യക്ഷമായിട്ടൊന്നും അവർ ചിലപ്പോൾ അത് പ്രകടിപ്പിക്കത്തില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ നമ്മളെക്കുറിച്ച് ഒരു റെസ്പെക്റ്റോ അല്ലെങ്കിൽ ഒരു വാല്യൂ ഒന്നും കാണത്തില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള വാല്യൂ സിസ്റ്റം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ഒരു സ്ട്രിക്റ്റായിട്ടുള്ള ബൗണ്ടറീസ്, മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഇടപെടുന്ന അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അതിനെ കൃത്യമായിട്ടുള്ളൊരു ബൗണ്ടറി, അതിർവരമ്പുകൾ നമ്മൾ പിന്നെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുക. നമ്മൾക്ക് വാല്യൂ ഉണ്ടാക്കി തരുന്ന ജീവിതവും ലൈഫ് സ്റ്റൈലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവരാൽ നമുക്ക് റെസ്പെക്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ, മറ്റുള്ളവർ നമ്മളെ വാല്യൂ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും, എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളെ വാല്യൂ ചെയ്യണം നിർബന്ധമില്ല. കാരണം ഈ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന മനുഷ്യർക്ക് മാത്രമേ തീർച്ചയായിട്ടും ആ ഒരു റിയലൈസേഷൻ, അല്ലെങ്കിൽ ഈസ് എ വാല്യുബിൾ പേഴ്സൺ, അല്ലെങ്കിൽ ഈസ് എ മാൻ ഓഫ് വർത്ത്, അല്ലെങ്കിൽ ഷീ ഈസ് എ വുമൺ ഓഫ് വർത്ത് എന്ന് തിരിച്ചറിയാൻ
കഴിയണമെങ്കിൽ മറ്റുള്ളവർക്കും ആ ഒരു ബോധം ഉണ്ടാകണം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും മനുഷ്യർ ഏത് തലത്തിലായിരുന്നാൽ തന്നെയും നമ്മളുടെ ജീവിതവും പ്രവൃത്തികളും ഏത് രീതിയിലാണോ അതിനനുസരിച്ചുള്ള തിരിച്ചറിവ് അവർക്കുണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ആർക്കും ബോധം ഇല്ലാത്തതായിട്ടുള്ളൊരു മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അടിസ്ഥാനമായിട്ടുള്ള അറിവുകൾ എല്ലാ മനുഷ്യർക്കും ഉണ്ട്, അടിസ്ഥാന ബോധം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അവർക്ക് ശരി തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാനും മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെയാണ് നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ, സമൂഹത്തിൻ്റെ മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ, നമ്മൾ നമ്മളെ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്, നമ്മൾ നമ്മളെ എങ്ങനെയാണ് റെസ്പെക്റ്റ് ചെയ്യുന്നത് എന്നതിൻ്റെ റിട്ടേൺ ആയിരിക്കും അവരിൽ നിന്നല്ല നമുക്ക് ലഭിക്കുന്നത് തീർച്ചയായിട്ടും. അല്ല മറിച്ചായിരിക്കത്തില്ല. അല്ല നമ്മളുള്ള വേണ്ടാത്ത പരിപാടികളെല്ലാം ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ സ്വയം അപഹാസ്യനായിട്ട് അല്ലെങ്കിൽ ഒരു ലാഫിങ് സ്റ്റോക്ക് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ക്രിറ്റിസൈസ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ നമ്മളെ പരിഹസിക്കാനും ആക്ഷേപിക്കാനും ഒക്കെ പരുവത്തിൽ നമ്മുടെ ജീവിതവും ജീവിത രീതികളും ഒക്കെ തന്നെ അല്ല ജീവിതത്തിലെ പ്രവൃത്തികളൊക്കെ തന്നെ നമ്മൾ പരുവപ്പെടുത്തിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് സെയിം തന്നെ ആയിരിക്കും. അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം നമ്മുടെ മാത്രമാണ്. കാരണം നമ്മുടെ ജീവിതം എന്താണോ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മളുടെ ഷോൾഡറിൽ മാത്രമാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ പ്രോപ്പറായിട്ടുള്ള വാല്യൂ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. അത് നമുക്ക് തോന്നിയ മാതിരിയുള്ള നമ്മുടെ ഇഷ്ടം അനുസരിച്ചല്ല, നമ്മുടെ സൗകര്യം അനുസരിച്ചല്ല. വാല്യൂ സിസ്റ്റം അത് ട്രൂ ആയിരിക്കണം. അത് നമുക്ക് തീർച്ചയായിട്ടും ശരിയേത് തെറ്റേത് അല്ല ചെയ്യേണ്ടതെന്ത് പറയേണ്ടതെന്ത് ചെയ്യരുതാത്തതെന്ത് പറയരുതാത്തതെന്തെന്ന് തിരിച്ചറിയാനുള്ള ബോധ്യത്തോടുകൂടിയായിരിക്കണം നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള എക്സ്ചേഞ്ച്, ഹ്യൂമൻ റിലേഷൻസിലുള്ള എക്സ്ചേഞ്ചിൽ. ഇപ്പം നമുക്ക് എല്ലാവരോടും എല്ലാം നമുക്ക് സംസാരിക്കാൻ തോന്നിയ മാതിരി നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ തോന്നിയ പ്രവൃത്തികൾ നമുക്ക് ഏർപ്പെടാൻ പറ്റത്തില്ല. അതിനകത്തിലൊക്കെ ഒരു സ്ട്രിക്റ്റ് ബൗണ്ടറീസ് ഉണ്ട്, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു മൊറാലിറ്റിയുടെ വിഷയമാണ്. സെൻസ് ഓഫ് മൊറാലിറ്റി എന്നൊക്കെ പറയാം. നമുക്ക് തിരിച്ചറിയാനുള്ള ധാർമ്മിക ബോധം അല്ലെങ്കിൽ ആ ഒരു മൂല്യബോധം നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും എന്താണ് ചെയ്യേണ്ടത്, മറ്റുള്ളവരുടെ ലൈഫിനെ ബാധിക്കുന്ന കാര്യമാണോ നമ്മൾ പറയുന്നത് ചെയ്യുന്നത് എന്നൊക്കെയുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമുക്ക് മൂല്യബോധം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡയറക്ഷൻ നമുക്ക് ലൈഫിൽ നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഈ മൂല്യബോധവും അല്ലെങ്കിൽ സെൻസ് ഓഫ് മൊറാലിറ്റി ഒന്നും ഇല്ലെങ്കിൽ നമ്മളിലെ ഒരു വൈൽഡ് ആനിമലിൻ്റെ കൂട്ടായിരിക്കും. ഒരു പിന്നെ എന്താണ് പറയുന്നത്, മൃഗങ്ങളുടെയൊക്കെ ലൈഫാണ്. മൃഗങ്ങൾക്ക് പോലും അതിൻ്റെ ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. എന്നാൽ തന്നെ നമുക്ക് പൊതുവേ നമ്മൾ പറയുന്നത് എന്താണ്, മൃഗങ്ങൾക്ക് ഒരു സ്വബോധമില്ല അല്ലെങ്കിൽ തിരിച്ചറിവില്ല, ചിന്തിക്കാനുള്ള കഴിവില്ലെന്നൊക്കെയാണല്ലോ നമ്മൾ പൊതുവേ കരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു വൈൽഡ് ബീസ്റ്റിനെ പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അൺഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആനിമലിനെ പോലെ ആയിരിക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മളെ ഡൊമസ്റ്റിക്കേറ്റ് ആക്കുക എന്നുള്ളത് പിന്നെ നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതിനകത്തിൽ നമ്മൾ വേണ്ടത് നല്ല വാല്യൂസ് ജീവിതത്തിൽ സ്വായത്തമാക്കുക, അതുപോലെ തന്നെ നല്ല ഹാബിറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ക്യാരക്ടറിനെ നമ്മൾ ശരിയായിട്ട് ഷേപ്പ് ചെയ്യുക, സ്ട്രക്ചർ ചെയ്യുക, അതിനനുസരിച്ചുള്ള ലൈഫും ലൈഫ് സ്റ്റൈലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് ജീവിതത്തിൽ എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എന്തും ചെയ്യുവാൻ ഉള്ള സ്വാതന്ത്ര്യം അത് നമുക്ക് ജീവിതത്തിന് എപ്പോഴും അനുകൂലമായിരിക്കത്തില്ല. പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളും അല്ലെങ്കിൽ അവസ്ഥകളും മാത്രമേ നമുക്ക് അത് ഓഫർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ലൈഫിൻ്റെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് ക്വാളിറ്റിയാണ് വളരെ അത്യാവശ്യം, ക്വാണ്ടിറ്റി അല്ല. അപ്പോൾ ഈ ക്വാളിറ്റിയിലേക്ക് നമ്മുടെ ലൈഫിനെ കൊണ്ടെത്തിക്കുക നമുക്ക് വാല്യൂ സിസ്റ്റവും പിന്നെ അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള എന്താണ് പറയുന്നത് ഡിസിപ്ലിനും ഹാബിറ്റ്സും ക്യാരക്ടറും ഒക്കെ തന്നെ നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈഫിലെ കോംപ്ലക്സിറ്റീസും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു മൂല്യം ഇല്ലാത്തൊരു ജീവിതത്തെ നമുക്ക് മാറ്റി മൂല്യമുള്ളൊരു ജീവിതം, ക്വാളിറ്റി ഇല്ലാത്തൊരു ജീവിതത്തെ മാറ്റി നമുക്ക് ക്വാളിറ്റി ഉള്ളൊരു ജീവിതമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് റെസ്പെക്റ്റും തിരിച്ച് വാല്യൂസും ലഭിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുക, നമ്മൾ നമ്മളെ ഒരു വാല്യുബിൾ പേഴ്സണാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള പിന്നെ റിക്വയർമെൻറ്റും അല്ലെങ്കിൽ ബേസിക് പ്രിൻസിപ്പിൾ എന്നല്ലേ. ഈ ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ സ്വയം വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയേണ്ട കാര്യമില്ല, നമ്മൾ നമ്മളെ തന്നെയാണ് കുറ്റം പറയേണ്ടത്. അപ്പോൾ എല്ലാം നമ്മളിൽ നിന്ന് തുടങ്ങുന്നു. ലൈഫ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ഔട്ട് അപ്രോച്ചാണ് ശരിക്കും പറഞ്ഞാൽ. അത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മെൻ്റൽ അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലക്ച്വൽ ലൈഫിൽ എല്ലാം തന്നെ ഇൻസൈഡ് ഔട്ടാണ്. കാരണം എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് പോകുന്നത്, പുറത്തുനിന്ന് അകത്തേക്കല്ല വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. മറ്റുള്ളവർക്ക് അതിനകത്തിൽ ഉത്തരവാദിത്തമില്ല, പൂർണ്ണ ഉത്തരവാദിത്വം നമ്മളുടെ ഷോൾഡറിലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന
കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഫൗണ്ടേഷൻ പ്രിൻസിപ്പിൾ നമ്മൾ സ്ട്രോങ് ആക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു എന്താണ് പറയുന്നത്, സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫിനെ നമുക്ക് മെൻ്റൽ, ഇമോഷണൽ, ഒരു മോറൽ വാല്യബിൾ ലൈഫിനെ നമുക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.